പ്രാവ് ഞങ്ങൾ ഒരു രാവിലെ 6 മണിക്ക് വിട്ടിട്ട് 13.5 മണിക്കൂറിൽ ഓവറായിട്ട് 9 മണി വരെയൊക്കെ പറപ്പിച്ചിരുന്നത് ഈ ലൈനേജ് പ്രാവ്. ഇതാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ടൂർണമെന്റിൽ നമ്മൾ പറപ്പിക്കാനും യൂസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പ്രാവ്. 21 മണിക്കൂർ വരെ എല്ലാം പറക്കാനുള്ള ആമ്പേരുള്ള പ്രാവാണ്. 21 മണിക്കൂർ വരെ പറക്കാനുള്ള ഇത് കന്യാകുമാരിയിൽ സ്റ്റാലിന്റെ ലൈനേജ് പ്രാവാണ്. ഈ പ്രാവശ്യമൊക്കെ നമ്മൾ പറപ്പിച്ച് ഒരുപാട് പ്രൈസും കാര്യങ്ങളും സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേര് അക്ബർ. അതായത് നമ്മൾ ചെറുപ്പം മുതൽ ഈ പ്രാവിന്റെ ഫീൽഡിൽ ഉണ്ട്. സ്കൂൾ പഠിക്കുന്ന ടൈമിലാവട്ടെ എങ്ങനാവട്ടെ പ്രാവുമായിട്ടൊരു പ്രൈസ് പ്രത്യേക ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുവഴി പെരക്കാരും വീട്ടുകാർ കുറെ ഉപദേശിക്കും, എന്നാലും ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബന്ധമായി മാറി. കൂട്ടുകാരും എല്ലാവരും കളിയാക്കേണ്ട ഒരു അവസ്ഥകളെല്ലാം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഇതുമേ തന്നെ പ്രൈസും കാര്യങ്ങളും പിടിച്ച് അതിനൊക്കെ ഒരു തിരുത്തേണ്ട അവസ്ഥ നമുക്ക് ഒരുക്കിയിട്ടുമുണ്ട്. മത്സരങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ ഒരുപാട് മത്സരങ്ങൾ പങ്കെടുത്ത് 2 ഫസ്റ്റ് പ്രൈസ്, 1 സെക്കൻഡ് പ്രൈസ്, പിന്നെ 1 തേർഡ് പ്രൈസ്, 2 സർട്ടിഫിക്കറ്റ്, 3 മെഡൽ എന്തോ ഓവറായി. മുഹബത്ത് കൂട്ടായി എന്നാണ് നമ്മളെ ടീമിന്റെ പേര്. നമ്മളിപ്പോൾ സ്ഥലമുള്ളത് കൂട്ടായി മാസ്റ്റർപടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. ഈ ബ്രീഡിംഗ് സെറ്റും നിലവിലുള്ളത് നമ്മളെ കൂട്ടായി പ്രദേശം. നമ്മളിപ്പോ വീഡിയോ കാണുന്ന ആളുകൾക്ക് പ്രാവിനെ നല്ലതൊന്ന് വാങ്ങണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കണ്ടാവോ, സാധനം? നമ്മൾ ഒരുപാട് പ്രാവ് കൊടുക്കണം എന്ന ആഗ്രഹത്തിലല്ല, കുട്ടികൾ പറപ്പിക്കുന്നവർക്ക് ഒരു ഉത്സാഹം എന്നുള്ള രീതിയിൽ പ്രാവ് കുറച്ച് വിൽക്കാനൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പറപ്പിക്കാൻ താല്പര്യമുള്ളവർക്കെല്ലാം, അല്ലാതെ മറ്റുള്ള ഇത് പറപ്പിക്കാതെ ഒരു ഷോക്ക് വെക്കാനുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ താല്പര്യമില്ല. ഇതിപ്പോ നമ്മളെ ബ്രീഡിംഗ് സെറ്റാണ്. ഇവിടാണ് നമ്മള് കുഞ്ഞിനെടുത്തിട്ട് പറപ്പിക്കുന്നിടത്തൊക്കെ കൊടുക്കുക. ഈ ബ്രീഡ് പ്രാവിനെ കുഞ്ഞന്മാരാണ് ഇവിടെ ഒന്നാമത് നമ്മൾ പറപ്പിക്കല്. ഞാൻ വെളിയിൽ നിന്ന് എടുത്ത പ്രാവായിരുന്നു. ഈ പ്രാവിലെ കുട്ടി പറക്കും. ഇത് റിസൾട്ട് നല്ല റിസൾട്ട് പ്രാവാണല്ലോ. ഇത് നാഗൂറില് മഹാദേവൻ എന്ന് പറഞ്ഞ ആള് കയ്യിൽ നിന്ന് ഞാൻ വേങ്ങിയിരുന്ന ഒരു പ്രാവാണ് ഈ പ്രാവ്. വെട്ടുകണ്ണിയിലൊരു പ്രാവ്. നാഗൂറിൽ മഹാദേവൻ. ഇതാ പുള്ളി അവിടെ പറപ്പിച്ചിട്ടുള്ള ഒരു പ്രാവാണ്. ഇതില് നമ്മള് കുട്ടിയെ എടുത്തിട്ട് കുട്ടി നല്ല റിസൾട്ടാണ്. ഇതിപ്പോ നമ്മള് ഈയിടെ കുട്ടി എടുത്തിട്ട് കൊയിലാണ്ടില് നമ്മളൊരു കമ്പനിക്കാർ, വേണ്ടപ്പെട്ട ഒരു കമ്പനിക്കാരനൊക്കെ പ്രാവ് കൊടുത്തിരുന്നു. അപ്പൊ അവിടെ അവര് 13.5 മണിക്കൂറിന് മുകളിൽ പറപ്പിച്ച് വെട്ടി പ്രാവ് വെട്ടി. പിന്നെ ഇതിലൊരു വേറൊരു കുട്ടി വേറൊരു സ്ഥലത്ത് നമ്മൾ കൊടുത്തിട്ട് ആ കുട്ടി ഒരു 12 മണിക്കൂറോളം ആയിട്ട് കിളിയടിച്ച് വൈരടിച്ച് പ്രശ്നം അവരെ അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട്. പിന്നെ ഇതൊക്കെ ഇത് നാഗൂറിൽ അരുൺ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. 25-47 പറന്ന 25 മണിക്കൂർ 47 മിനിറ്റും പറന്നൊരു പ്രാവുണ്ടായിരുന്നു. 25-47 അതിലെ കുട്ടിയാണ് സെറ്റ്. അപ്പൊ ഇത് മഹാദേവൻ അവിടുന്ന് അരുണാന്ന് പ്രാവ് ഒഴിവാക്കുന്ന ടൈമില് പ്രാവ് എടുത്തതായിരുന്നു. അപ്പൊ എടുത്തതില് അവിടുന്ന് ആ കുട്ടി കിട്ടിയപ്പോ ഞാൻ മഹാദേവന്റെ കയ്യിൽ നിന്ന് വിലക്ക് വേങ്ങിയൊരു കുട്ടിയാണിത്. ഇത് കണ്ടോ, മഹാദേവന്റെ 25-47 പറഞ്ഞ സെറ്റിലെ കുട്ടികൾ. ഈ 2 പ്രാവ് കേട്ടോ. ഇത് നമ്മളിത് കുഞ്ഞെടുത്തിട്ടില്ല. ഇത് എടുക്കാനായിട്ട് വെച്ച പ്രാവാണ്. ഇതിപ്പോ നമ്മൾ പുതിയതായിട്ട് കൊടുന്ന സെറ്റ് പ്രാവാണ്. നമ്മളെ കൂട്ടുകാരനുണ്ട്, തിരുവനന്തപുരം ബേസ് ചെയ്തിട്ട് കലാം എന്ന് പറഞ്ഞ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒരു നല്ല ലൈനേജ് പ്രാവ് വന്നപ്പോഴേ എനിക്ക് തന്നതായിരുന്നു ഈ പ്രാവ്. ഇതിലിപ്പോ രണ്ട് കുട്ടി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുത്തിട്ട് നമ്മൾ പറപ്പിക്കാൻ നമ്മളെ താന്നൂര് ഒരു ടീമിന്റെ കയ്യിൽ കൊടുത്തിരുന്നു. നല്ല റിസൾട്ടാണ് പ്രാവ്. രണ്ടും ഇത് ഇവിടെ നമ്മൾ ടൂർണമെന്റ് പറപ്പിച്ച പ്രാവ് ലൈനേജ് പ്രാവാണ്. ഇത് നമ്മൾ ടൂർണമെന്റ് പറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലൈനേജ് പ്രാവായിരുന്നു. ഇതും ഇതൊക്കെ ഇത് ഞങ്ങളൊരു ഇതിന്റെ ലൈനേജ് പ്രാവ് ഞങ്ങളൊരു രാവിലെ 6 മണിക്ക് വിട്ടിട്ട് 13.5 മണിക്കൂറിൽ ഓവറായിട്ട് 9 മണി വരെയൊക്കെ പറപ്പിച്ചിരുന്നത് ഈ ലൈനേജ് പ്രാവ്. ഇതാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ടൂർണമെന്റിൽ നമ്മൾ പറപ്പിക്കാനും യൂസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പ്രാവ്.
ഈ ലൈനേജ് പ്രാവ്. അവര് മഞ്ഞക്കണ്ണിയിലും കരിങ്കണ്ണിയിലൊക്കെ അവര് വരും. ഇത് നാഗർകോവിൽ കന്യാകുമാരി എന്ന് പറയും. സ്റ്റാലിൻ പുള്ളി മൂപ്പരെ നമുക്ക് കുഞ്ഞെടുക്കാൻ തന്ന് എൻ്റെ കൂടെ കയ്യിൽ വെച്ചോന്ന് പറഞ്ഞ ഒരു ഗിഫ്റ്റ് ആയിട്ട് തന്ന ഒരു പ്രാവായിരുന്നു. ഈ പ്രാവില് കുഞ്ഞായി കിട്ടി. നല്ല റിസൾട്ടാ നമ്മള് വരുന്നുള്ളൂ. ഇത് അൺലിമിറ്റഡ് പ്രാവായിരുന്നു. ഈ പ്രാവ് പറപ്പിച്ച പ്രാവാണ് പുള്ളിയുടെ. ഇത് പ്രാവ് കന്യാകുമാരിയില് നാഗർകോവിൽ സ്റ്റാലിൻ നമുക്ക് ഒരു കുഞ്ഞിനെ പറപ്പിക്കാൻ വേണ്ടി തന്ന പ്രാവായിരുന്നു ഈ പ്രാവ്. ഇത് നമ്മള് പറപ്പിച്ചിട്ട് എനിക്ക് മൂപ്പര കയ്യിൽ നിന്ന് പ്രാവിന്റെ വർഗത്തിൽ നിന്ന് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി എൻ്റെ കൂടെ വെട്ടി വെക്കാൻ പറഞ്ഞിരുന്നു പ്രാവ്. ആ ഒരു വർഗം പ്രാവാണിത്. സുർമ്മപ്പുള്ളിയില് ഇവരെ തള്ള നമ്മളെടുത്തുണ്ട്. ഈ പ്രാവിന്റെ തള്ള ഇപ്പൊ ലാസ്റ്റ് നമ്മളെ കയ്യില് ഉണ്ട് പ്രാവ്. എല്ലാം ബ്രീഡിംഗ് സ്റ്റോക്ക് തന്നെ. ഇത് ബ്രീഡിംഗ് സ്റ്റോക്ക്. നമ്മളെ ബ്രീഡിംഗ് സ്റ്റോക്ക് പ്രാവാണ്. നമ്മള് പറത്തിലെവിടെയാണ്? പുറത്തില് നമ്മള് കൂട്ടായി ടൗണിലായിരുന്നു ബിൽഡിങ്ങിന് ശേഷം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ പറപ്പിച്ച് ഒരുപാട് പ്രൈസും കാര്യങ്ങളും സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പ്രാവശ്യം നമുക്ക് പറപ്പിക്കാനുള്ള ഒരു അവസരം അവിടെ ഇല്ലാതായി. അപ്പൊ അതിന്റെ ബേസിൽ ഇപ്പൊ ഞങ്ങള് പ്രാവശ്യം ഇല്ല. ഒരുപാട് ടീം നമ്മളെ കുഞ്ഞന്മാരെ കൊണ്ടുപോയിട്ട് പറത്തുണ്ട് പ്രാവശ്യം. ഇത് നമ്മളെ മെയിൻ പ്രാവായിരുന്നു. ഇത് ഞങ്ങള് ഇതിന്റെ കുട്ടി ഒരു പ്രാവശ്യത്തെ ടൂർണമെന്റില് നമ്മള് 7:28 ടൈമിൽ വെച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം പ്രാവ് ഓവറിലായിരുന്നു. ഓവറിൽ ഓരോ മിനിറ്റുകളിൽ ഓവറിലായിരുന്നു ഈ പ്രാവ്. ഈ ഒരു പ്രാവ് നമ്മള് പറപ്പിച്ച ഒരു ഇനം പ്രാവാണ്. ഇത് രാവിലെ നമ്മളൊരു 10 മണിക്ക് പറപ്പിച്ചിട്ട് 10 മണിക്ക് വിട്ടിട്ട് ലൈറ്റില് ഒരു 12 മണി വരെ ഞങ്ങൾ പറപ്പിച്ച് നിർത്തി വെച്ച പ്രാവാണ്. സാങ്കേതികശാല ഇതിന്റെ പ്രശ്നം കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പ്രാവ് ലോഫ്റ്റ് മാറ്റിയപ്പോൾ എടുക്കേണ്ടി വന്നതാണ് ഈ പ്രാവ്. ഇതൊരു 10-21 മണിക്കൂർ വരെ എല്ലാം പറക്കാനുള്ള ആമ്പേരുള്ള പ്രാവാണ്. 21 മണിക്കൂർ വരെ പറക്കാനുള്ള. ഇത് കന്യാകുമാരിയിൽ സ്റ്റാലിന്റെ ലൈനേജ് പ്രാവാണ് ഈ പ്രാവ്. ഇത് കന്യാകുമാരി നമ്മളെ സ്റ്റാലിൻ നാഗർകോവിൽ സ്റ്റാലിൻ നമ്മളെ ഭയങ്കര ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ മൂപ്പര ലൈനേജ് പ്രാവിന്റെ ബാക്കിയാണിത് ഈ പ്രാവ്. ഇതൊരു കരിങ്കണ്ണിൽ ഒരു പൊട്ട് പ്രാവ്. ഇതിന്റെ കുട്ടി സ്റ്റാലിന്റെ കയ്യില് 10-20 മണിക്കൂർ പറന്ന് പുള്ളി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കുട്ടി അന്ന് നമ്മളെ കയ്യില് 13:30 പ്രാവ് ഇരുന്നിട്ടില്ല. ഈ പ്രാവ് നമ്മളെ തിരുവനന്തപുരത്ത് നിന്ന് എടുത്തൊരു പ്രാവാണ്. തിരുവനന്തപുരം സന്തോഷ് എന്ന് പറഞ്ഞ സന്തോഷിന്റെ കയ്യിൽ നിന്ന് എടുത്തൊരു പ്രാവാണ്. സന്തോഷിന്റെ കയ്യിൽ ഇതിൽ ആംപ്രാവിന്റെ ഒരു കുട്ടി 18 മണിക്കൂറോളം പറന്നിട്ടുണ്ട്. അപ്പോൾ ആ ബേസിലൊരു പ്രാവ് എനിക്ക് സന്തോഷ് തന്നതാണ് ഈ പ്രാവ്. ഇതിന്റെ കുട്ടികളിപ്പം നമ്മൾക്ക് നല്ല റിസൾട്ട് ഉണ്ട്. ഒരു പ്രാവശ്യം 13:30 ഓവറായിട്ടുണ്ട് ഈ പ്രാവ്. ഇതിന്റെ കുട്ടികൾ ഇപ്പൊ എഗ്ഗിലാണ് പ്രാവ്. ഈ ഒരു കുട്ടി സ്റ്റാലിന്റെ അടുത്ത് സ്റ്റാലിന്റെ ഒരു 21 മണിക്കൂർ സ്റ്റാലിന്റെ കയ്യിൽ പറന്ന പ്രാവിലെ കുട്ടിയാണ്. അപ്പോ സ്റ്റാലിന് അസുഖത്തിൽ പെട്ടപ്പോ പ്രാവ് എനിക്ക് തന്നതിൽ ഉള്ള പ്രാവുകളാണ്. അതിന്റെ കുട്ടികളാണ് ഇതൊക്കെ. അതൊക്കെ പ്രാവ്. ഇത് കടപ്പന്റെ കയ്യിൽ നിന്ന് നമ്മളെ കൂട്ടുകാരുണ്ട് മർഷൂക്ക് എന്ന് പറഞ്ഞിട്ട് ഗൾഫിൽ നിന്ന്. അപ്പൊ അവൻ കടപ്പന്റെ കയ്യിൽ നിന്ന് കൊടുന്നൊരു പ്രാവാണിത് ഈ പ്രാവ്. ഇതിപ്പോ നമ്മൾ ഇതിന് സെറ്റായി കേട്ടിൻ്റെത് ഉമ്പായി എന്നറും പാലക്കാട്. ഉമ്പായിയുടെ കയ്യിൽ നിന്ന് നമ്മൾ പൈസക്ക് എടുത്തിരുന്ന ഒരു പ്രാവാണിത്.
ഇതിനാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് നല്ല റിസൾട്ട് ആയിരുന്നു. പ്രാവ് നെറ്റിന്റെ പീസ് വെച്ച് കൊടുത്താൽ കയറിയിരിക്കും അല്ലേ? ഓ ക്ലീൻ ആക്കാനും സുഖം അല്ലേ? ക്ലീൻ ആക്കാനൊക്കെ സുഖമാണ്. അതെടുത്ത് ക്ലീൻ ആക്കേണ്ട ആവശ്യം. പിന്നെ ഇതൊരു ഈ ഒരു സെറ്റ് പ്രാവ് സ്റ്റാലിൻ നമുക്ക് തന്നായിരുന്ന പ്രാവാണ്. ഇതിന്റെ ഒരു പെൺപ്രാവ് ഉണ്ടായിരുന്നു. ഇതിന്റെ പെൺപ്രാവിന് ഒരു അസുഖത്തിൽപ്പെട്ട് നമ്മളെ കൂട്ടിയിൽ ഒരുപാട് പ്രാവിന് കംപ്ലൈന്റ് ഒക്കെ വന്നിരുന്നു. അസുഖത്തിൽ അവിടുന്ന് വിട്ടുവന്നേരം അപ്പൊ അതിൽപ്പെട്ട ഒരു പ്രാവാണിത്. സ്റ്റാലിന്റെ പ്രാവാണ്. എഗ് അതിന് ശേഷം കൊടുക്കാൻ പറഞ്ഞിരുന്നു പുള്ളി. അല്ല ഇത് ലൈറ്റ് മഞ്ഞക്കണ്ണില പ്രാവ്. പ്രാവ് ഇതവിടെ സ്റ്റാലിൻ കയ്യിൽ 21 സ്റ്റാലിന്റെ വീഡിയോയിൽ പ്രത്യേകം എടുത്ത് കാണിച്ചിരുന്ന ഒരു പ്രാവാണിത്. 21 മണിക്കൂറോളം പറന്ന പ്രാവിന്റെ ഇതിന്റെ കുട്ടികളായിരുന്നു. ആ ലൈനേജ് പ്രാവന ഇതിന്റെ ലൈനേജ് പ്രാവനാണ് ഇതൊക്കെ. ഇതൊക്കെ ഇതും ആ ലൈനേജ് പ്രാവാണ്.